മാഡം, വസുമതി ആന്റി പരാജയപ്പെട്ടതോടെ സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും ഒക്കെ ലേലം ഉറപ്പിക്കുമെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോ സുബൈർ എന്നൊരു ലോറി മുതലാളി എത്തി. സുബൈർക്ക് അത് വിഷ്ണുവേട്ടന്റെ? അതെ മാഡം, നൂർജഹാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്ന അതേ സുബൈർക്ക് തന്നെ. അതിപ്പം അതൊരു ഗുഡ് ന്യൂസ്. ഒറ്റയ്ക്ക് സുബൈർക്കൊക്കെ പിടിച്ചു നിൽക്കാനാവില്ല. സുബൈർക്ക് ഇവരിപ്പോ ഇവിടെ പൂട്ടും. അദ്ദേഹത്തിന്റെ ജീവൻ വരെ അപകടത്തില്. അവരിത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ ഞാൻ ഈ വിവരം എത്രയും പെട്ടെന്ന് വിഷ്ണുവേട്ടനെ വിളിച്ചറിയിക്കട്ടെ. ഇന്ന് ലേലമാണെന്നുള്ള വിവരം മനഃപൂർവ്വം ഞാൻ വിഷ്ണുവേട്ടനെ അറിയിക്കാതിരുന്ന്. വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ ഇപ്പൊ സുബൈർക്കയുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ വിഷ്ണുവേട്ടനെ അറിയിച്ചേ പറ്റൂ. കാരണം വിഷ്ണുവേട്ടന് വേണ്ടിയ സുബൈർക്ക് അവിടെ വന്നിരിക്കുന്ന ആ ജീവൻ ഒരു ആപത്തും വരാതെ നോക്കാൻ വിഷ്ണുവേട്ടന് കഴിയണം. വിഷ്ണുവേട്ടൻ അവിടെ വരണോ അനു? എങ്കിലേ കാര്യങ്ങൾ നേരാൻ വണ്ണം ശരിയാവും. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അനുവയ്ക്കേ. ആ ശാലിനി. ആ വിഷ്ണുട്ടാ, ഇന്നാണ് നമ്മുടെ വീടിന്റെ ലേലം. വിഷ്ണുട്ടാ, ഓ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നഷ്ടമായത് തന്നെയാ. പക്ഷെ അവിടെ ഇപ്പൊ വിഷ്ണുവേട്ടന് വേണ്ടിയാവണം ആ വീട് തിരിച്ചെടുക്കാൻ സുബൈറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സുബൈർക്കയോ? അതെ, വീട് തിരിച്ചു പിടിച്ച് വിഷ്ണുവേട്ടന് തിരികെ തരാൻ വേണ്ടി തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം?